എല്ലാവർക്കും നമസ്കാരം. കേരളക്കരയിൽ ജീവിക്കുന്ന നമ്മെ എല്ലാവരെയും കണ്ണീരണിയിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി കോതമംഗലത്ത് നടന്ന സംഭവം മാറിയിരിക്കുന്നു. ഈ സംഭവത്തെ തുടർന്ന് കേരളക്കര ഒട്ടാകെ പലവിധ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദി ആരാണ്? മതിയായ പ്രബോധനം നൽകാത്തതിൻ്റെ പേരിൽ, ലവ് ജിഹാദിനെക്കുറിച്ച് മതിയായ പ്രബോധനം നൽകാത്തതിൻ്റെ പേരിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന പേരിൽ സഭയെയും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു വിഭാഗം ആക്രമണം നടത്തുമ്പോൾ, വേറൊരു വിഭാഗം സുവിശേഷവൽക്കരണത്തിൻ്റെ മറവിൽ, സുവിശേഷവൽക്കരണത്തിൻ്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളിലും ജനവിഭാഗങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവരെ മനസ്സ് മാറുവാനും മതം മാറ്റുവാനും വേണ്ടി ചിലവാക്കുന്ന സമയത്തിൽ കുറച്ച് സമയം യഥാർത്ഥത്തിൽ ചിലവാക്കേണ്ടത് സ്വന്തം ജനവിഭാഗത്തിൽപ്പെട്ട, സ്വന്തം സമുദായത്തിൽപ്പെട്ട, സ്വന്തം മതത്തിൽപ്പെട്ട യുവതി യുവാക്കൾ ഇത്തരം കെണികളിൽപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബോധവൽക്കരണം നടത്തുകയല്ലേ ചെയ്യേണ്ടത്? ആ ചെയ്യാത്തതിൻ്റെ തിക്തഫലമല്ലേ ഇപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രചരണവും നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിന് ആരാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കരുതൽ എടുക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മക്കൾക്ക് വേണ്ട മതിയായ പ്രബോധനം നൽകേണ്ടത് മാതാപിതാക്കളല്ലേ? അവർക്ക് ഉണ്ടാകുമ്പോൾ മുതൽ, ജനനസമയം മുതൽ അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത് വരെ അവർക്ക് വേണ്ട, ശരീരത്തിന് വേണ്ട, മനസ്സിന് വേണ്ട എല്ലാ പോഷണങ്ങളും നൽകുന്നത് മാതാപിതാക്കളല്ലേ? തീയിൽ തൊട്ടാൽ പൊള്ളുമെന്നും കറണ്ട് തൊട്ടാൽ ഷോക്കടിക്കുമെന്നുള്ള ആ തിരിച്ചറിവ് നൽകുന്ന അതേ മാതാപിതാക്കളല്ലേ സമൂഹത്തിലേക്ക് നമ്മുടെ മക്കളെ ഇറക്കി വിടുന്നതിന് മുമ്പ് അവിടെ നടക്കാനിടയുള്ള, അവിടെ സംഭവിക്കാനിടയുള്ള ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ടത്? സ്നേഹത്തിൻ്റെ പേരിൽ, പ്രണയത്തിൻ്റെ പേരിൽ പലവിധ സങ്കുചിത താല്പര്യങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ അതിൻ്റെ പിറകിലുള്ള അജണ്ടകളെ തുറന്നു കാണിക്കുവാനും മക്കളുടെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ബാധ്യതയിൽ നിന്ന് ദയവായി മാതാപിതാക്കൾ ഒഴിഞ്ഞു മാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്തരം ഒഴിഞ്ഞുമാറലുകൾ ഇത്തരം ദാരുണ സംഭവങ്ങളിലേക്ക് കൂടുതൽ നയിക്കാൻ ഇടവരുത്തുന്നുണ്ട്. അതിനാൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും, ഈ ദാരുണ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാരുണ സംഭവങ്ങൾ നാട്ടിൽ ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. അവരവരുടെ മക്കളെയെങ്കിലും മതിയായ ബോധവൽക്കരണം നടത്തി മാത്രമേ സമൂഹത്തിലേക്ക് ഇറക്കി വിടാവൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്.